സൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഇത് നമ്മുടെ നോർമൽ റൂഫ് ടൈലിൻ്റെ സൗണ്ടാണ്. യൂറോക്കോട്ടോ ഇമ്പോർട്ടഡ് റൂഫ് ടൈൽ. ഈ സൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും. ചവിട്ടിയാൽ പൊട്ടൂലേ? ഇതൊന്നും പറ്റില്ല. സാധാരണ ടൈലാണെങ്കിൽ, നാടൻ ടൈലാണെങ്കിൽ ഇത് എപ്പോൾ പൊട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ജാളി, ടെറാക്കോട്ട ജാളി. ഇതിപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം ഏത് ഇമ്പോർട്ടഡ് ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ? നമ്മൾ കാണുന്നതൊക്കെ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്, ഗുജറാത്തിൽ നിന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ നാട്ടിൽ പഴയ വീട് പുതുക്കി റിനോവേറ്റ് ചെയ്ത് ഒരു നാച്ചുറൽ സ്റ്റൈലിൽ ടെറാക്കോട്ട പാറ്റേണിലൊക്കെ വീട് വെക്കാൻ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ വീട് പണിയുമ്പോൾ ഒരു ടെറാക്കോട്ട പാറ്റേണിൽ റൂഫ് ടൈലും അതുപോലെ ക്ലാഡിങ് സ്റ്റോൺസും ഇതെല്ലാം ടെറാക്കോട്ട പാറ്റേണിൽ വരുന്നുണ്ട്. ഇതിന് നല്ല വ്യത്യസ്തമായ പാറ്റേൺസും മോഡൽസും ഉള്ള ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. കൊച്ചിയിലെ മരടിൽ ടെറാക്കോൺ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ. ഇവിടെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ നാടൻ ടൈല് തന്നെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പാറ്റേണിൽ വരുന്നുണ്ട്. അത് എന്താണെന്ന് നമ്മൾ വിശദീകരിച്ച് കാണാം. സോ വെൽക്കം ബാക്ക് ടു ആഷ്ടെൻസ് കോൺസെപ്റ്റ്. കൊച്ചിയിലെ നാഷണൽ ഹൈവേ മരട് ഇന്റർനാഷണൽ മാർക്കറ്റിനോട് ചേർന്നാണ് ഈ സ്ഥാപനം ടെറാക്കോൺ. ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഏകദേശം ഒരു വർഷം മുമ്പ് വന്ന് ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഷോപ്പാണ്. ക്ലാഡിങ് സ്റ്റോണിൽ, അതായത് ടെറാക്കോട്ട സ്റ്റൈലിലുള്ള ജാളീസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്ത തരം ടൈൽ, റൂഫ് ടൈൽ, നമ്മുടെ നാടൻ ടൈൽ, അതിൽ തന്നെ ഒരുപാട് പ്രത്യേകത അതിനകത്തുണ്ട്. അതെന്താണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. യെസ് ഷമീൻ, വെൽക്കം ബാക്ക്. എന്താണ് ഇപ്രാവശ്യ വരവില് എനിക്ക് കാണാൻ സാധിച്ചത്? നമ്മള് ഇപ്പം കുറച്ചു കാലമായിട്ട് നമ്മളൊരു റൂഫ് ടൈലില് ഒരു പുതിയൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 വർഷമായിട്ട് റൂഫ് ടൈലില് നമ്മൾ കുറച്ചൊരു നല്ലൊരു പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പം ഈ പുതിയതായിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് നോക്കാം. ശരി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ജാളി, ടെറാക്കോട്ട ജാളി, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ എടുത്തത്. അതിനുശേഷം ഇപ്പൊ 1-2 നല്ല പാറ്റേൺസും വന്നിട്ടുണ്ട് അല്ലേ? അതെ. ഇത് പുതിയതാണോ? ഇത് എനിക്ക് തോന്നുന്നു അന്ന് വന്നപ്പോ ഉണ്ടായിരുന്നു തോന്നുന്നു. നല്ലൊരു ഡിസൈനാണ് അത്. നല്ല ഡിസൈൻ. അതിൽ തന്നെ ഒരു 5 ഡിസൈൻസോളം വരുന്നുണ്ട്. പിന്നെ ഇത് പുതിയ ഡിസൈനാണ്. ഇതൊരു പുതിയ ഡിസൈനാണ്. ശരി. ഇത് നമുക്ക് പുതിയ വന്ന ഡിസൈനാണ്. ഇത് പുതിയ വന്ന ഡിസൈനാണ്. ഇതിപ്പോ നമ്മൾ കാണുന്നതെല്ലാം ഏത് ഇമ്പോർട്ടഡ് ആണോ അല്ലെങ്കിൽ ഇന്ത്യൻ? നമ്മൾ കാണുന്നതൊക്കെ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്, ഗുജറാത്തിൽ നിന്ന്. ഇതുകൊണ്ട് ഇതൊക്കെ ഈ ഒരു റൊട്ടേറ്റ് ചെയ്ത് പല മോഡൽ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്. അതിലിപ്പോ ഈ പ്രൊഡക്റ്റ് ആണ്. പല ഓറിയന്റേഷൻ മാറ്റി കഴിഞ്ഞാൽ നല്ല കുറെ നല്ല തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഷേപ്പിലേക്കാണ് മാറാൻ പോകുന്നത് ഈ ജാളി. ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ 75 + GST 12% വരിക. ഇതിന് നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് പ്രൈസ് വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും. ഇതും കൊള്ളാം. ഇത് ആ ഒരു എന്താണ്, വെയിലും മഴയും കൺട്രോൾ ചെയ്ത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞത്. ഇത് പുതിയൊരു ഡിസൈനാണ്. ഇത് ഹണിക്കോമിൻ്റെ അല്ലേ? കൊള്ളാം. ഇത് നേരത്തെ ഉണ്ടായിരുന്ന പാറ്റേൺ. ഇത് ഒരുപാട് മൂവ്മെന്റ് ഞാനും ഒരുപാട് സൈറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൊള്ളാം. തന്നെ ഇമ്പോർട്ടഡ് വരുന്നതെന്ന് പറഞ്ഞ് ഈ വിയറ്റ്നാം മോഡൽ. ഇത് വിയറ്റ്നാം ആണോ? അല്ലല്ല, അതൊക്കെ ഗുജറാത്ത് തന്നെയാണ്. വിയറ്റ്നാം നമുക്ക് ഈ ഒരു സെക്ഷനാണ് വരിക. എന്നാലും ഗുജറാത്തി എന്ന് പറഞ്ഞാൽ ജാളിക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടല്ലോ. ഗുജറാത്തും ഫിനിഷിംഗ് ഉണ്ട്. വിയറ്റ്നാം ആകുമ്പോൾ നമുക്ക് യൂണിഫോം കളർ കിട്ടും. അതേപോലെ നല്ല സ്ട്രെങ്ത് ആയിരിക്കും. പിന്നെ വാട്ടർ അബ്സോർപ്ഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതേപോലെ ഫംഗസ് പെട്ടെന്ന് പിടിക്കില്ല വിയറ്റ്നാം. അപ്പോൾ വിയറ്റ്നാം ഇമ്പോർട്ടഡ് ടൈൽ എന്ന് പറയുമ്പോൾ ജാളി എന്ന് പറയുമ്പോൾ റേറ്റിൽ എങ്ങനെയാണ്? റേറ്റിലൊരു 20 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. 20 റുപ്പീസ് കൂടുതലാണോ? അതെ. ഇത് കൊള്ളാം. ഒരു ചൈനീസ് പാറ്റേൺ ആയിട്ടൊന്നും തോന്നാം ജാളി തന്നെ. കൊള്ളാം. ഇതെല്ലാം എത്ര സൈസിലാണ് ഇപ്പോൾ വരുന്നത്? നമുക്കിത് എല്ലാം 8 ഇഞ്ചിലാണ് വരുന്നത്. 8 ഇഞ്ചിന്റെ സ്ക്വയർ സൈസിലാണ് വരുന്നത് കൂടുതലും വരുന്നത്. കറക്റ്റ് സൈസ് പറയുകയാണെങ്കിൽ 20 സെന്റിമീറ്റർ ആണ് വരിക. 20 സെന്റിമീറ്ററിന്റെ സ്ക്വയറിലാണ് വരുന്നത് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ പാറ്റേൺസ് ആ ഒരു സൈസിൽ അവൈലബിൾ അല്ലേ? അതെ. പിന്നെ നമുക്ക് ചില പാറ്റേൺസ് ഡിഫറെൻറ്റ് സൈസിലുണ്ട്. ഇപ്പോൾ W എന്ന് പറഞ്ഞൊരു പാറ്റേൺ മാത്രമാണ് നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ വരുന്നല്ലേ? കൊള്ളാം. യൂറോക്കോട്ടോ അല്ലേ? യൂറോക്കോട്ടോ എന്താണ് നമ്മുടെ നാടൻ ബോർഡിന്റെ അതേ ഡിസൈൻ, അതേ പാറ്റേൺ തന്നെയാണ്.
പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ട്, ലോഗോയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പല ഷെയ്ഡുകളുണ്ട്. എന്താണ് ഈ ടൈലുകളും നാടൻ ഓടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് യഥാർത്ഥത്തിൽ ഇത് ഇമ്പോർട്ടഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടഡ് ആണ്? ഇത് എവിടെ നിന്നാണ്? ഇത് വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ടൈലാണ്. ഈ പ്രൊഡക്റ്റിൽ ഇതിൻ്റെ മേലെ ഒരു റെഗുലറായിട്ട് ഒരു കോട്ടിങ് വരുന്നില്ല. പിന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ കോട്ട് പെയിൻ്റ് അടിച്ച പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഈ കസ്റ്റമറിന് നമുക്ക് ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കുറച്ച് ഡാർക്കർ കളർ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പെയിന്റ് അടിച്ച് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. ഇതൊരു 5 rupees ഡിഫറൻസിലാണ് ഈ പ്രൊഡക്റ്റ് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തൊരു നമ്മളൊരു ലോക്കലായിട്ട് ഒരാളെ കൊണ്ട് പെയിന്റ് അടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ മിനിമം 20 rupees ചാർജ് വരും. നമ്മളൊരു 5 rupees ഡിഫറൻസിലാണ് ഈ പ്രൊഡക്റ്റും നമ്മൾ ഡിഫറൻസ്. സാധാരണ 1-2 വർഷം കൂടുമ്പോൾ ഇതൊക്കെ റൂഫിൽ പെയിന്റ് അടിക്കാൻ പോകും. അപ്പോൾ പെയിന്റ് അടിക്കണ മാത്രമല്ല, ഇതിന്റെ ഇടയ്ക്ക് നോർമൽ സ്റ്റോറാണെങ്കിൽ ഇത് പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. ആ പ്രൊഡക്റ്റിന് ഫംഗസ് വരില്ല. പിന്നെ നമുക്ക് വരുന്നത് ഇതിൽ വാട്ടർ അബ്സോർപ്ഷന് ലെസ് ദാൻ 7% വരിക. ഓക്കെ, അതായത് വെള്ളം വലിച്ചെടുക്കില്ല. നാട്ടിൽ കാണുന്ന അത്യാവശ്യം ഫിനിഷുള്ള ടൈലാണ്. ഈ ഫിനിഷിങ്ങും നമുക്ക് നമ്മുടെ ടൈൽ ഫിനിഷിങ് നല്ല വ്യത്യാസം, നല്ല ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റ് ലോഗോ അടക്കം വരുന്ന നമ്മുടെ ബ്രാൻഡിങ്ങിന് വരുന്ന പ്രൊഡക്റ്റാണ്. ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക്. സൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഇത് നമ്മുടെ നോർമൽ റൂഫ് ടൈലിൻ്റെ സൗണ്ടാണ്. ഇനി നമ്മുടെ യൂറോക്കോട്ടോ ഇമ്പോർട്ടഡ് റൂഫ് ടൈൽ, ഈ സൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും. ആ സ്ട്രെങ്ത് തന്നെയാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് സൗണ്ട് ഡിഫറൻസ് ഇങ്ങനെ ചെയ്ത് നോക്കാം. പ്രൈസിൽ എന്താണ് വ്യത്യാസം? നോർമൽ ടൈല് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രൈസ് ഇപ്പം നോർമൽ ടൈല് നമുക്കൊരു 45 rupees മുതൽ ഒരു 50-65 rupees വരെയുള്ള പ്രൈസിങ്ങുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. നോർമൽ ക്ലേ ടൈല് അതിൽ തന്നെ ബെസ്റ്റ് ടൈല് വെച്ച് നോക്കുമ്പോൾ ഒരു 65 rupees വരെ പ്രൊഡക്റ്റുള്ള പ്രൈസ് ഉണ്ട്. പിന്നെ നമുക്കത് സെക്കൻഡ് ഹാൻഡ് ഓടുകളൊക്കെ നമുക്കൊരു 10-15 രൂപ 20 രൂപക്കൊക്കെ കിട്ടും. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 95 rupees ആണ് സ്റ്റാർട്ടിങ് വരെ. 95 plus GST. അതെ. നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് പ്രൈസിന് മാറ്റങ്ങൾ വരും. ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് നെഗോഷ്യബിൾ ആണ്. റൂഫിൽ വരുന്ന കമത്തോടിന് ഇത് തന്നെയാണ് വരുന്നത്. അതെ, നമ്മൾ സാധാരണ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കമത്തോടിന്റെ അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ക്വാളിറ്റി ഫിനിഷിങ്ങിൽ വരുന്നത്. അതെ. ക്ലാഡിംഗ് ടൈല് നമ്മുടെ സാധാരണ ബ്രിക്കിന്റെ നമ്മുടെ ഇഷ്ടികയുടെ ഒരു പാറ്റേൺ സൈസിൽ വരുന്നത് നേരത്തെ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ച് റഫ് ആയിട്ടുള്ള വരുന്നുണ്ടല്ലേ ഇപ്പൊ? എന്താണ് ഇതിന്റെ ഈ ഒരു ഫിനിഷിങ്ങിന്റെ പേര് എന്താണ്? നമ്മൾ ക്ലാഡിംഗ് ടൈല് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ക്ലേ ടൈലാണ് കൂടുതലായിട്ട് ഇപ്പം ക്ലാഡിങ്ങിൽ നമ്മൾ കണ്ടുവരുന്നത്. ക്ലേ ടൈല് തന്നെ ഇത് ഇമ്പോർട്ടഡ് ടൈലാണ്. വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ടൈലാണ്. ഇത് വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ടൈലല്ലേ? അതെ. അപ്പോൾ ഇതിന്റെ സൈസ് ഡെപ്ത് എത്ര വരുന്നുണ്ട്? ഇതിന്റെ തിക്നെസ് വരുന്നത് 10 mm തിക്നെസ്. 10 mm തിക്നെസ്സിൽ വരുന്നത്. ഇപ്പോൾ ഇത് ബ്രിക്ക് പാറ്റേണിൽ നമ്മുടെ കോർട്ട്യാർഡോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിന്റെ സൈഡിൽ കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇന്റീരിയർ മാത്രമല്ല, നമുക്ക് എക്സ്റ്റീരിയർ യൂസ് ചെയ്യാം, ഫസാഡ് ഏരിയ അങ്ങനത്തെ കുറേ എക്സ്റ്റീരിയർ ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ പ്രൈസ് വരുന്നത് സ്ക്വയർ ഫീറ്റ് ഒരു 100 rupees ഒക്കെ വരിക. 100 രൂപ അല്ലേ? ഓക്കെ. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ നെഗോഷ്യബിൾ റേറ്റ് ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് തന്നെ ചെറിയ ഷെയ്ഡുള്ള വരുന്നല്ലേ? അതെ. സെയിം ഇത് തന്നെയാണ്. അതിൻ്റെ ചിലതിൽ മാത്രം ആ ഒരു റഫ് ഇത് വന്നേക്കണത്, ആ ഷെയ്ഡിൽ വന്നേക്കണം. ഇതെങ്ങനെ ഇതിന്റെ പ്രൈസും സെയിം തന്നെയാണ് വരുന്നത്? ഇതൊരു 120 rupees. 20 rupeesന്റെ വ്യത്യാസം. ഇതിങ്ങനെയും ചെയ്യാം. ഇത് തിരിച്ച് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇടാവുന്ന. ഇത് നമ്മളിപ്പം നമ്മൾ ഡിസ്പ്ലേ ആകുമ്പോൾ നമുക്ക് എല്ലാ ഏരിയകളും എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് ചില കസ്റ്റമർ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നല്ല ഭംഗിയാണ്. അത് കുറച്ചൊരു ലെങ്ത് കൂടിയ ഏരിയയിലൊക്കെ ആകുമ്പോൾ, ഹൈറ്റ് കൂടിയ ഒരു ഏരിയയിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഒരു കോഫി ബ്രൗണിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇതെല്ലാം സെയിം റേറ്റ് ആണ് അല്ലെങ്കിൽ പ്രൈസ് റേഞ്ച് ഒരു 100 rupees മുതൽ 120-130 വരെയുള്ള ഇമ്പോർട്ടഡ് ടൈൽസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ആകുമ്പം നമുക്ക് കുറച്ചും കൂടെ പ്രൈസ് റേഞ്ച് കുറച്ചും കൂടെ കൂടും. ഇത് ശരിക്കും ഇഷ്ടിക തന്നെ. അതെ. ഇത് ഷോർട്ട് ബ്ലാസ്റ്റ് ഫിനിഷ് എന്നാണ് ഇതിന് പറയാം. ഫിനിഷ് കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലായി. ഷോർട്ട് ബ്ലാസ്റ്റ് ഫിനിഷാണ് ഇതിന് പറയാം. ഇത് സൈസ് വരുന്നത് നമുക്ക് 230 by 75 സൈസാണ്. mm വരും. ഇതൊക്കെ തിക്നെസ് കുറച്ച് കൂടിയ
മെറ്റീരിയലാണ് നേരത്തെ കാണിച്ചത്. ഇപ്പോൾ ഇത് കാണിച്ചത് ബ്രിക്കിൽ കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡായിട്ട് വരുന്നതാണ്. അത്യാവശ്യം നല്ലൊരു മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ബ്രിക്ക് പാറ്റേണിൽ ഒത്തിരി ഡിസൈൻ, അതിന് ഇടയ്ക്ക് നമ്മളൊരു കളർ ചേഞ്ചസ് കൊടുക്കണമെങ്കിൽ ഇതിന് കൊടുക്കാം. അതെ അതെ. ഇതിന് ഈ പറഞ്ഞ പോലെ 10, 20, 30 റുപ്പീസ് കൂടുതലായിട്ട് വരുന്നത്. 100, 110, 120, 100 റുപ്പീസ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ ടൈലും ഇതേപോലെ ഓരോ സിംഗിൾ പീസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ആ സൈസിൽ വരുന്നത്. ഈ ബ്രിക്ക് പാറ്റേണിൽ നല്ല ഒരുപാട് ഷെയ്ഡുകളും വരുന്നുണ്ട്. അത് കൊള്ളാം, നല്ലൊരു ഷെയ്ഡാണ്. ഇത് പ്രൈസ് തന്നെ ഒരു ബേജ് കളർ വരുന്ന പ്രൊഡക്റ്റ് ആണ്. പ്രൈസ് ഒരു 200 അബവ് വരും. ഇതിന് കോസ്റ്റ് കുറച്ച് കൂടുതൽ, കോസ്റ്റ് കുറച്ച്. അത് തിക്നെസ് കൂടിയൊരു പ്രൊഡക്റ്റ് ആണിത്. ഇതും കൊള്ളാം, ഇതും കൊടുക്കാൻ പറ്റും. അതെ, ഇതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡുള്ള പ്രൊഡക്റ്റ് ആണിത്. ആൾമോസ്റ്റ് ഗ്രേ കളർ വരും ഇതിനല്ലേ. 9/3 ആണ് സൈസ് വരിക. ഓക്കെ, ഇത് പാഷിയോ കോട്ടയാടിലൊക്കെ നല്ല കോമ്പിനേഷൻ. ഇത് ഓക്കെ, ഇതിന് വലിയ വീതിയുള്ളതും അതിന് വീതി കുറഞ്ഞത് മിക്സിങ് ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നല്ല ഒറിജിനൽ. ഇത് ഹാൻഡ് മെയ്ഡ് പാറ്റേൺ ആണ്. ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള, ഇത് ഹാൻഡ് മെയ്ഡ് തന്നെയാണ്, പ്രൊഡക്റ്റ് ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. ശരിക്കും ഇഷ്ടിയുടെ അതേ ഫിനിഷ്. 9/3 സൈസാണ് വരുന്നത്. ഓക്കെ, ഫ്ലോറിംഗിൽ ഉപയോഗിക്കുന്ന ടൈലുകൾ, ക്ലേ ടൈലുകൾ. ഇതിപ്പോൾ നമുക്ക് ചൂട് കുറക്കാൻ ചിലവർ ടെറസിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ടെറസിൽ നമ്മൾ ചൂട് കുറക്കാനായിട്ട് ചിലവർ ഫ്ലാറ്റ് റൂഫ് ഉണ്ടാവും. ഫ്ലാറ്റ് റൂഫ് ആകുമ്പോൾ ഓപ്പൺ ടെറസിൽ ചൂട് കുറക്കാനായിട്ട് നമുക്ക് ഈ ടൈല് യൂസ് ചെയ്യാം. ഈ ടൈല് യൂസ് ചെയ്യുമ്പോൾ ക്ലേ ആണ് മേലെ, അപ്പം ചൂട് കുറയും. അതേപോലെ വാട്ടർ അബ്സോർപ്ഷനൊക്കെ ഇതിന് കുറവായിരിക്കും മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ടെറസിൽ ഉപയോഗിക്കുന്നതിൽ ഒരു പ്രശ്നം വരുന്നില്ല ഇതിൽ. ഇത് സൈസ് വരുന്നത് 1/30/30, ഒരു അടി സൈസ്. 30/30 സെന്റിമീറ്ററിൽ വരുന്നതാണ്. നമുക്കിതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിൽ വരുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് 40 സെന്റിമീറ്ററിൽ വരുന്നുണ്ട്, 50 സെന്റിമീറ്ററിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റിന് ഈ 30/30 സൈസിൽ വരുന്നത്? 30/30 ഒക്കെ ആകുമ്പോൾ 65 + GST 12% ഒക്കെ വരും. ഒരു കൂളിംഗ് ഫീൽ ആണ് ടച്ച് ചെയ്യുമ്പോഴും. അത് താങ്ക് യു, എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ടെറാക്കോട്ട ടൈലുകളും അതുപോലെ റൂഫ് ടൈലുകളും ജാളികളെ കുറിച്ചുള്ള വീഡിയോ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ ഹൈപ്പും കൂടി ചെയ്തത്. എന്നാലും എൻ്റെ വീഡിയോ ചാനലിലും ഗ്രോത്ത് ഉണ്ടാവും. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും ബൈ.